Kalyan Jewelers Celebrating 200 showrooms. Visit now for exciting offers. നാഗശ്വൻ സാർ വന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ സ്റ്റണ്ട് ഉണ്ട്, ഇതുണ്ട്, ഇങ്ങനത്തെ കൊറിയോഗ്രഫി അങ്ങനെ ഒന്നും പറയില്ല. ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, സിമ്പിളായിട്ട് ചെയ്ത് പോകാം, നമുക്കപ്പം നോക്കാം. അപ്പോൾ എനിക്ക് ടെൻഷൻ ലാംഗ്വേജ് അറിയില്ല, അങ്ങനത്തെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അതൊക്കെ ഭയങ്കര കൂളായിട്ടേ ആവുന്നു, നമുക്ക് വിഷയമില്ല, നമുക്കതൊക്കെ ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിൽ പിന്നെ ഇതിനെപ്പറ്റി എൻ്റെ ടയർഡ്നെസ് ഒന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടും ആ സെറ്റ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ്, എല്ലാവരും ഹൈ എനർജിയാണ്. ഇപ്പോൾ ADs ആണെങ്കിൽ പോലും ഇപ്പം കൈറയുടെ സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഇപ്പം ഞാൻ സാൻഡ് ബോർഡ് ചെയ്യുമ്പോൾ ഇവരിവിടെ നിന്ന് ചെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ശരിക്കും എവറി ഡേ ഒരു ഹൈ എനർജിയിലാണ് നമ്മൾ പോകണേ. അപ്പം നമ്മൾ നോക്കുന്ന ഒരു പോയിന്റും ചിലപ്പോൾ ഒരു എക്സ്പ്ലോഷൻ നോക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ദൂരെ ഒരാൾ വരുന്നത് കാണുന്നതായിരിക്കും, ഒരു സാൻഡ് ഡ്യൂൺ കാണുന്നത്. ഇതൊക്കെ നമ്മൾ തലയിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു തരും. ഡയറക്ടറിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ അത് നടക്കില്ല. കാരണം പുള്ളിക്ക് അറിയാം എന്തൊക്കെയാണ് ഇതിന്റെ ചുറ്റുമുള്ളതെന്ന്. ഇല്ല, പുള്ളി പറഞ്ഞു തരുത്തു. അവർക്ക് ആ സമയത്ത് ഇതൊക്കെ പോസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളി പറയാം അങ്ങനെ ദൂരെ ഒരു എക്സ്പോഷൻ നടക്കുന്നുണ്ട്, ഇത്രയും വണ്ടികൾ ഈ സൈഡിൽ കൂടി ഓടുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇമാജിൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. ഈ സീനിൽ ഇന്ന കാര്യങ്ങളാണ്, ഞാൻ ഇത്ര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ടു ഡീറ്റെയിൽ ഇങ്ങനെ പറയണം. ഹെലൻ കഴിഞ്ഞപ്പോൾ ഹെലൻ പോലത്തെ പല കഥകളും വന്നിട്ട് സർവൈവൽ പല കഥകളും വന്നിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഒരു വട്ടം ഞാനത് വർക്ക്ഔട്ട് ആക്കി രണ്ടാമത് ചെയ്താൽ ശരിയാവണമെന്നില്ല. കപ്പേള കഴിഞ്ഞപ്പോഴും കപ്പേള പോലത്തെ സിമിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറാസ് കഴിഞ്ഞപ്പോൾ സാറാസ് പോലത്തെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞ് കുറേ കഥകൾ വരും. അത് ഐ ഡോണ്ട് നോ, സംടൈംസ് അത് എന്താ പറയുക, അതിൻ്റെ ഒരു എസൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അന്നാബെന്നാണ് ക്യൂ സ്റ്റുഡിയോയിൽ. അന്ന, സ്വാഗതം. നമ്മളാണെങ്കിൽ ഇപ്പം അന്നാബെൻ എവിടെ ഒരു ചോദ്യമായിട്ട് പൊതുവെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായല്ലോ മലയാളത്തിൽ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സിനിമയാണ് കൊട്ടുകാളി, PS വിനോദരാജിൻ്റെ വലിയ സെലിബ്രേഷന് ശേഷമുള്ള സിനിമ തമിഴിൽ വരുന്നു. കൽക്കിയിൽ ഭയങ്കര സർപ്രൈസ് ക്യാരക്ടറായിട്ട് കെയ്റയുടെ ക്യാരക്ടറായിട്ട് വരുന്നു. അത് തിയേറ്ററിലാണെങ്കിലും ഒരു വെൽ കൊറിയോഗ്രാഫ്ഡ് സ്റ്റണ്ടൊക്കെ ആയിട്ടാണ്, ഒരു സർപ്രൈസ് ഫാക്ടർ ഉണ്ട് അതിൽ. ശരിക്ക് ഈ രണ്ട് തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണല്ലോ. ആദ്യം കൽക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൽക്കി ശരിക്കൊരു അതുവരെ ചെയ്തൊരു നോർമൽ സിനിമാറ്റിക് എക്സ്പീരിയൻസിന് പുറത്ത് പേഴ്സണലി, ഫിസിക്കലി, മെൻ്റലി ഒക്കെ മറ്റൊരു എക്സ്ട്രീം പോയൊരു സിനിമയായിരുന്നു. ഒരു പരിധിവരെ ആയിരുന്നു. കാരണം സ്റ്റണ്ട് ഇതുവരെ മുന്നേ ചെയ്തിട്ടില്ല സിനിമയിൽ. ഞാൻ ഒരു പടത്തിന് സ്റ്റണ്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഷൂട്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പടം നടന്നില്ല, കുറെ നാള് മുന്നേ. അപ്പൊ രഞ്ജൻ പ്രമോദ് സാറിന്റെ പടം അത് പിന്നെ അങ്ങനെ പോയപ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് കുറെ ട്രെയിനിങ് കാര്യങ്ങളും ബോക്സിങ് പഠിക്കുക അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഓർത്തു അത് വേസ്റ്റ് ആയല്ലോ. പക്ഷെ അത് വേസ്റ്റ് ആയില്ല, ഇവിടെ ഉപകാരപ്പെട്ടു. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാഗശ്വൻ സാർ വന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന രീതിയിൽ സ്റ്റണ്ട് ഉണ്ട്, ഇതുണ്ട്, ഇങ്ങനത്തെ കൊറിയോഗ്രഫി അങ്ങനെ ഒന്നും പറയില്ല. ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, സിമ്പിളായിട്ട് ചെയ്ത് പോകാം, നമുക്കപ്പം നോക്കാം. അപ്പോൾ എനിക്ക് ടെൻഷൻ ലാംഗ്വേജ് അറിയില്ല, അങ്ങനത്തെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി അതൊക്കെ ഭയങ്കര കൂളായിട്ടേ ആവുന്നു, നമുക്ക് വിഷയമില്ല, നമുക്കതൊക്കെ ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോ ഡേ കഴിയുമ്പോഴേക്കും നാളെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, നാളെ ഇങ്ങനെ ഒരു സ്റ്റണ്ട് ഉണ്ട്, അതിങ്ങനെ തലേദിവസം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് അവിടെ എനിക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അത് ചെന്ന് കഴിയുമ്പോഴേക്കും ഓക്കെ കൊറിയോഗ്രഫി പഠിപ്പിക്കുന്നു. സ്റ്റണ്ട് ഡബിൾ ഉണ്ടായിരുന്നു ആദ്യം. സ്റ്റണ്ട് ഡബിളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴേക്കും എൻ്റെ ഫ്രെയിമിലുള്ള സ്റ്റണ്ട് ഡബിൾ അല്ല വരുന്നത്. അപ്പൊ ജനറലി സ്റ്റൺസ് ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ ഒരു സ്ട്രക്ചർ അല്ല, അവര് കുറച്ച് മസ്കുലർ, കുറച്ച് വലിപ്പമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രെയിമിൽ വന്ന് നിൽക്കാനായിട്ട് അപ്പം ഡയറക്ടർ പറഞ്ഞു തന്നെ താൻ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ നിങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കും അത് വർക്കായി, എനിക്കും ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ തന്നെ ഒന്ന് പരീക്ഷ നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സ്റ്റണ്ട് ചെയ്യുന്നത്. പിന്നെ അതിന് കൊറിയോഗ്രഫി കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ ഈ ഇടി ചതവ് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റണ്ട് പൊതുവെ ചെയ്യുന്ന സമയത്ത് ഇപ്പം എല്ലാ ആക്ടേഴ്സും പറയാറുണ്ട് സ്റ്റണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്കി പെർഫോമൻസിനെക്കാളും ബാക്കി പെർഫോമൻസ് ടൈമിങ് ബാക്കി കാര്യത്തിലാണെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഡേ ഇതേ എനർജി ആയിട്ട് വരാൻ പറ്റുമല്ലോ. സ്റ്റണ്ടിന്റെ കാര്യത്തിൽ നമ്മൾ ഫിസിക്കലി ടയേർഡ് ആവുകയാണ്, മെന്റലി അത് അഫക്ട് ചെയ്യുന്നുണ്ട്. നീ നേരത്തെ പറഞ്ഞ ഒടിവ് ചതവ് ഈ സംഗതിയൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ തിയേറ്ററിൽ ഇത് കാണുന്ന സമയത്ത് ഭയങ്കര അഡ്രിനാലിൻ റഷ് ഉള്ള രീതിയിലാണ് ഈ ക്യാരക്ടറിന്റെ ടോട്ടൽ കൊറിയോ വന്നത്.
എങ്ങനെയാണ് ഈ പിന്നെ ഓരോ ദിവസവും ഈ എനർജി മാനേജ് ചെയ്തിട്ടുള്ള പെർഫോം ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ എക്സൈറ്റ്മെന്റിന്റെ പേരിൽ പിന്നെ ഇതിനെ പറ്റി എൻ്റെ ടയർഡ്നെസ് ഒന്നും ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടും ആ സെറ്റ് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എല്ലാവരും ഹൈ എനർജിയാണ്. ഇപ്പൊ ADs ആണെങ്കിൽ പോലും ഇപ്പം കൈറയുടെ സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ, ഞാൻ സാൻഡ് ബോർഡ് ചെയ്യുമ്പോൾ ഇവർ ഇവിടെ നിന്ന് ചെയർ ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ശരിക്കും എവറി ഡേ ഒരു ഹൈ എനർജിയിലാണ് നമ്മൾ പോണേ. അപ്പൊ എനിക്ക് ചെന്ന് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞാൻ ഡെഡ് ആയിട്ടായിരിക്കും വരിക. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓക്കെ എനിക്കിത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ഒരു എക്സോഷൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചേ ഉള്ളൂ സ്റ്റണ്ട്. എൻ്റെ ആ ഒരു സീൻസിലുള്ള ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പൊ എനിക്ക് അധികം ഡേ സ്റ്റൺസിന്റെ ആവശ്യം വന്നിട്ടില്ല. 2 ഷെഡ്യൂളിലാണ് എനിക്ക് സ്റ്റൺസ് വന്നത്. അപ്പൊ രണ്ടും ഒരു 3-4 ഡേയ്സ്, അതൊരു 2 ഡേ കൊറിയോഗ്രഫി പ്രാക്ടീസും കാര്യങ്ങളും, പിന്നെ ഒരു 2 ഡേയ്സ് ഷൂട്ട് അങ്ങനെ പോയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു 30 ഡേയ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്കത് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ കൊട്ടുകാളി പറയുന്ന പടായാണെങ്കിലും കുമ്പളങ്ങി ആണെങ്കിലും നമ്മളൊരു കുറച്ചുകൂടി നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാക്കാവുന്ന ലൊക്കേഷനിലാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പം കെയറ പോലത്തെ ക്യാരക്ടർ ആണെങ്കിലും അവർ ഉപയോഗിക്കുന്ന വെഹിക്കിൾ, ബാക്ക്ഡ്രോപ്പ്, ഇതെല്ലാം വലിയൊരു കംപ്ലീറ്റ് ഈ പറയുന്ന ഒരു ഗ്രീൻ മാറ്റിൽ അല്ലെങ്കിൽ ഞാൻ ഒരു പിന്നെ ഇതിൽ CGയിൽ വരുന്ന സംഗതിയാണല്ലോ. അപ്പൊ ആക്ടറിനെ സംബന്ധിച്ചോളം അത് വേറെ തരത്തിൽ അഡാപ്റ്റബിൾ ആവണല്ലോ. ഈ വിഷ്വൽസ് ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ട് എന്ന് തോന്നി പെർഫോം ചെയ്യാന്ന് പറയുന്ന സംഗതി അത് വേറൊരു പരിപാടിയല്ലേ? അതെ, അത് പ്രോപ്പർ ചലഞ്ച് തന്നെയാണ്. കാരണം എസ്പെഷ്യലി എൻ്റെ ഒരു ഞാൻ ചെയ്തിരിക്കുന്ന പടങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അങ്ങനത്തെ ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു ആക്ടറിന് ഇത് വളരെ പുതിയൊരു പരിപാടി തന്നെയാണ്. അപ്പൊ എനിക്കിത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചും അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ നോക്കുന്ന ഒരു പോയിന്റും ചിലപ്പോൾ ഒരു എക്സ്പ്ലോഷൻ നോക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ദൂരെ ഒരാൾ വരുന്നത് കാണുന്നതായിരിക്കും, ഒരു സാൻഡ് ഡ്യൂൺ കാണുന്നത്. ഇതൊക്കെ നമ്മൾ തലയിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഡയറക്ടർ പറഞ്ഞു തരും. ഡയറക്ടറിന്റെ ഹെൽപ്പ് ഇല്ലെങ്കിൽ അത് നടക്കില്ല. കാരണം പുള്ളിക്ക് അറിയാം എന്തൊക്കെയാണ് ഇതിന്റെ ചുറ്റുമുള്ളതെന്ന്. ഇല്ല, പുള്ളി പറഞ്ഞു തരത്തുള്ളൂ. അവർക്ക് ആ സമയത്ത് ഇതൊക്കെ പോസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ പുള്ളി പറയാം അങ്ങനെ ദൂരെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്, ഇത്രയും വണ്ടികൾ ഈ സൈഡിൽ കൂടെ ഓടുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പോ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇമാജിൻ ചെയ്യണം അതേപോലെ തന്നെയാണ്. ഈ സീനിൽ ഇന്ന കാര്യങ്ങളാണ്, ഞാൻ ഇത്ര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ടു ഡീറ്റെയിൽ ഇങ്ങനെ പറയണം. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ കുറേ ചോദ്യം ചോദിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ ഇതെങ്ങനെ അതിങ്ങനെ വരെ ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതെന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പൊ എനിക്കറിയാം ഇങ്ങനെ തിരിയുമ്പോൾ ഞാൻ എന്താ കാണുന്നത്, ഈ ഫ്രെയിമിൽ എന്തായിരിക്കും ഞാൻ കാണുന്നത്. അപ്പൊ അതിങ്ങനെ മനസ്സിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ. അപ്പൊ അത് ഫുൾ നമ്മുടെ എന്താ പറയുക ഫോക്കസിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിത് പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇമാജിനേഷൻ ഉണ്ട്, നമ്മൾ അങ്ങനെ ഒരു മേക്ക് ബിലീഫിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഇത് വിത്ത് ഓൾ ഒബ്ജക്ട്സ്, ഇതിന്റെ കളർ പാലറ്റ് വേറെ രീതിയിൽ കാണാനുള്ള ഒറിജിനൽ ഈ പറഞ്ഞ നമ്മൾ ഭാവനയിൽ കണ്ട സ്റ്റോറി വേൾഡിന്റെ എക്സാക്ട് കാണുകയാണല്ലോ. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പറയുന്ന കെയറ റിയൽ ടു റിയൽ? ഞാൻ എക്സ്പെക്ട് ചെയ്ത്, ഞാൻ ഇമാജിൻ ചെയ്തതിൽ അപ്പുറത്തേക്കായിരുന്നു അതിൻ്റെ വിഷ്വൽ ശരിക്കും പറഞ്ഞാൽ. കാരണം നാഗിസർ സ്റ്റോറി ബോർഡിലൊക്കെ കുറേ ഇങ്ങനെ സ്കെച്ചസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കയറി ഇങ്ങനെ മറ്റേ സാൻഡ് ബോർഡ് ചെയ്യുന്നതും വണ്ടിയിൽ ചാടുന്നതും ഒക്കെ ഇങ്ങനെ സ്കെച്ചസ് ഒക്കെ എനിക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ആ CGI അത്രയും ഗ്ലോബൽ ലെവലിലാണ് അവർ അത് ചെയ്തിരിക്കുന്നത്, ക്വാളിറ്റി വൈസ്. അപ്പൊ അത് കണ്ടപ്പോഴേക്കും ശരിക്കും ഞെട്ടിപ്പോയി. ശരിക്കും ഞാൻ അത്രയും ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ പ്രാവശ്യം ഞാനിത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഇത് രജിസ്റ്റർ ആവുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ഉണ്ട് അതിന്റെ വിഷ്വല്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ശരിക്കും കുറെ ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നത് തന്നെ. അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയതാണ് കണ്ടിരുന്നു. ഈ ശരിക്കും നോക്കൂടെ ഒരു ആക്ടറിന് എപ്പോഴും ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് പലരും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം കുറേ റോൾസ് ചെയ്യുന്നു, കുറേ സിനിമ ചെയ്യുന്നു, അതിനുശേഷം ഇന്ന സിനിമ ചെയ്യുമ്പം അതിൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ച് അല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാകുന്ന ഒരു പിന്നെ റീഇൻവെന്റിങ്, അങ്ങനെ പലതരത്തിലും പല സിനിമകൾ ആളുകൾ പറയാറുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം കൊട്ടുകാളി പോലത്തെ ഒരു പടത്തെക്കുറിച്ച് എപ്പോഴും പറയുമ്പോൾ മധുരയിൽ തന്നെ നിന്ന് മധുരയോട് ഭയങ്കര പരിചയമുള്ള ഒരാളെ പോലെ, ഇപ്പം വൈപ്പിൻ ടു മധുര ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് അത് ബെർലിനിൽ പോവാണ്, ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഒരു വലിയ അപ്രീസിയേഷൻ കിട്ടുകയാണ് ഒരു സൈഡിൽ. ഇപ്പുറത്ത് കൽക്കി പോലെ ഇന്ത്യയിൽ ഈ വർഷം ഇറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റിൽ മറ്റൊരു തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഈ 2 സിനിമകൾ അന്നാബെൻ എന്ന് പറയുന്ന ആക്ടറിന്റെ കരിയറിൽ ഏത് രീതിയിലാണ് പൊസിഷൻ ചെയ്യുക? ഇത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു ഹൈ പോയിന്റ് തന്നെയാണ് കരിയറിൽ. കാരണം 2 പുതിയ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കയറുന്ന സിനിമകളാണ്. അപ്പോൾ അതും 2ഉം അങ്ങനെ വിസിബിൾ ആവുക, ആളുകൾ ശ്രദ്ധിക്കുക, സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചോളം വളരെ വലിയൊരു ഭാഗ്യവും അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഐ ഹവ് ഡൺ സംതിങ്
യുനോ ലക്കി, കൈറ പോലെ തന്നെ ലക്കിയാണെന്ന് തോന്നുന്നു. മലയാളത്തിൽ ഞാൻ വിചാരിച്ചിട്ടുള്ള ഗ്യാപ്പല്ല, ഞാൻ വിചാരിച്ചിട്ടെടുത്ത ഗ്യാപ്പേ അല്ല. കാരണം ഇത് 2 സിനിമയും ഒരു കൊല്ലം മുന്നേ ഇവിടം വിട്ട് പോയി എന്ന് കരുതുന്നുണ്ടല്ലേ? അങ്ങനെ കരുതുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഞാൻ പോയിട്ടില്ല. കാരണം ഈ സിനിമ ചെയ്തിട്ടൊക്കെ കുറെ ആയി. കൊട്ടക്കാളിയും ഈ പറഞ്ഞ പോലെ 1 year മുന്നേ ഷൂട്ട് തീർന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ എല്ലാം എനിക്ക് തോന്നുന്നു എന്റേതായ സമയത്ത് വരുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ മലയാളവും അങ്ങനെ ഞാൻ അങ്ങനെ മലയാളം ചെയ്യണം എന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 5 സെന്റ് സെലീനയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അതും ഇനി ടൈം എടുക്കണം. അതിപ്പോ ഒരു 1 year ആയി ഷൂട്ട് കഴിഞ്ഞിട്ട്. അല്ല, അതിൽ വേറൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, കാരണം ബെന്നിച്ചേട്ടന്റെ സ്ക്രിപ്റ്റിൽ ചെയ്യാണ് നിങ്ങൾ കോമ്പിനേഷൻ. ഇപ്പൊ സാറാസിൽ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ബെന്നിച്ചേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റിൽ പുള്ളി വിഷ്വലൈസ് ചെയ്ത ഒരു ക്യാരക്ടറായി വരുന്നു എന്നുള്ളത് അത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം. കാരണം വെച്ചാൽ അപ്പേ ഞാനുള്ള ഡൈനാമിക്സ്, ഒരു റൈറ്റർ ആക്ടർ ഡൈനാമിക്സ് എങ്ങനെ വരും എന്ന് എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഞാനും അപ്പയും ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര സിമിലർ ആണ്. അപ്പൊ എപ്പോഴും ഇടി ഉണ്ടാക്കും, എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. പക്ഷെ അതേപോലെ തന്നെ രണ്ടുപേരും കോഡിപ്പെൻഡന്റ് ആണ്. അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ, അപ്പയുടെ ഒപ്പീനിയൻ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അപ്പ എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഇപ്പൊ സ്ക്രിപ്റ്റിലാണെങ്കിൽ എന്തെങ്കിലും കഥ എഴുതിയാലും എന്നോട് ഇങ്ങനെ ചോദിക്കും, അത് നിനക്ക് ഇഷ്ടമായോ, അത് വർക്കായോ, എനിക്ക് ഇതിങ്ങനെ ഒരു ഡൗട്ട്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇതിങ്ങനെ പ്രൊഫഷണൽ സ്പേസിൽ വരുമ്പോൾ ആ ഡൈനാമിക്സ് എങ്ങനെ വരും എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ആക്ച്വലി ഞാൻ വിചാരിച്ചതിലും ഞാൻ കുറേയും കൂടെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു പപ്പയിലേക്ക്. കാരണം എനിക്ക് ഒരുപാട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു. ഇപ്പം എന്തെങ്കിലും ഒരു ഒപ്പീനിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യം പോകാൻ പറ്റിയ ഒരാള് പപ്പയായിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് കൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ അത്രയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പയും ഇതിലൊരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട്. അതും ഇറ്റ് വാസ് റിയലി ഫണി. ബിക്കോസ് അപ്പ എഴുതിയിരിക്കുന്ന ക്യാരക്ടർ അപ്പനെ കാസ്റ്റ് ചെയ്യുമ്പോൾ പല സിനിമകളിലും വിളിക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക റിഫൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒട്ടും ഇങ്ങനെ എന്താ പറയാ വേറെ ഷെയ്ഡിലേക്ക് പോവാത്ത ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇതില് പപ്പ വളരെ ബോറനായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് അപ്പനെ സ്ക്രിപ്റ്റ് ചെയ്തത്. അതിൽ ഈ ചില പോർഷൻസിലൊക്കെ ഞാനും ഈ ക്യാരക്ടർ നമ്മൾ ചീത്ത വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു ചെയ്യാൻ. കാരണം ഞാൻ അപ്പേനെ കണ്ടിട്ട് ഞാൻ ചീത്ത പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇനി മേലാൽ കിട്ടില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അതെ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോസസ്സ്. ആ സിനിമ കംപ്ലീറ്റ് ചെയ്ത ആ സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബ് ബാക്കിയുണ്ട്. അതിങ്ങനെ ഈ വർഷം ചിലപ്പോൾ അതിന്റെ ഡബ് ഫിനിഷ് ചെയ്ത് നെക്സ്റ്റ് ഇയർ റിലീസ്. അതാണ് മലയാളം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സിനിമ. പിന്നെ ഞാൻ വേറെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്. നല്ലൊരു പരിപാടി വരാൻ ഇങ്ങനെ ഇപ്പം കുമ്പളങ്ങി നൈറ്റ്സിന്റെ നമ്മൾ സിനിമ കണ്ടതിന് ശേഷമാണ് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിന്റെ ഈ പറഞ്ഞ ഓഡിഷന്റെ വിഷ്വൽ കാണുന്നത്. ഇപ്പൊ ഞാൻ പേഴ്സണലി ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം വെച്ചാൽ നമ്മള് ഈ പിന്നെ ബേബി മോളെ വേറെ രീതിയിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയി കണ്ടെടുത്ത് അന്നയും ബേബി മോളും കൂടിയുള്ള മിക്സ് ആയിരുന്നു ഓഡിഷനിൽ കാണുന്നത്. ഇപ്പൊ പിന്നെ യേശു നമുക്കറിയാത്ത ആളല്ലല്ലോ എന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ കണ്ട സെയിം ടൊണാലിറ്റിയിലായിരിക്കില്ല ഇവിടെ കാണുന്നത്. കുറച്ചൊരു കോൺഷ്യസ് ഇതുണ്ട്. ഇപ്പം ഉണ്ണിമായി ആയിട്ടുള്ള സീന്, നമ്മുടെ പോത്തൻ പേടിപ്പിക്കുന്ന സീൻ ഉണ്ടല്ലോ ഒരു പോലീസ് സ്റ്റേഷനിലെ പോലത്തെ, രാജേഷ് മാധവനായിട്ടുള്ള സീൻ. അപ്പോൾ ഇത്ര വലിയൊരു ട്രാൻസ്ഫർമേഷൻ സ്ക്രീനിൽ സംഭവിച്ചു എന്ന് തോന്നുമല്ലോ. ശരിക്കും എങ്ങനെ ഇപ്പം ഒരു ഓഡിഷനിൽ ഇപ്പം സെൻട്രൽ സാസ് പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് വന്ന് ഞാൻ പറഞ്ഞൊരു ഫ്രഷ് ആക്ടറായിട്ട് വന്നിട്ട്, പക്ഷെ ഒരു ആദ്യത്തെ സിനിമയിൽ തന്നെ ഓൾമോസ്റ്റ് അത് ആ സിനിമ ഷോൾഡർ ചെയ്യുന്ന ഒരു പ്രധാന ക്യാരക്ടറാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഷമ്മിയായിട്ടുള്ള എൻകൗണ്ടർ സ്ട്രെയിറ്റ് ടുവേർഡ്സ് എൻഡുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടറും ബേബി മോളാണല്ലോ. എന്താ ഈ കുമ്പളങ്ങി നൈറ്റ്സ് എങ്ങനെയായിരുന്നു ഒരു ഓഡിഷൻ ടു സ്ക്രീൻ? ശരിക്കും പറഞ്ഞാൽ എനിക്കത് വലിയൊരു പിടിയില്ലാത്തൊരു പരിപാടിയായിരുന്നു. ഞാൻ അവിടെ പോയി ഓഡിഷൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് ഞാൻ എങ്ങനെ ആ ഒരു ധൈര്യത്തിൽ അവിടെ പോയി എന്ന് പോലെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അറിയില്ല. കാരണം ആ സമയത്ത് അതിനോടുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കാസ്റ്റിംഗ് കോള് കാണുന്നു, അതിന് മെയിൽ അയക്കുന്നു, അവർ കോൾ ബാക്ക് തരുന്നു. പിന്നെ ഞാൻ അമ്മേനോട് പറയുന്നു, ഫ്രണ്ട്സിനോട് പറയുന്നു. ഞാൻ ശരിക്കും സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ അവിടെ പോകുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരു ഡേ ഔട്ട് പോയ പോലത്തെ ഒരു മൈൻഡിലാണ് പോയത്. അത് കിട്ടുമോ ഇല്ലയോ അങ്ങനത്തെ യാതൊരു സീരിയസ്നെസ്സും ഇല്ലാണ്ട് പോയത്. സോ അവിടെ വെച്ച് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. അവരിങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു സീൻ ചെയ്യണം, ആ ചെയ്യാമെന്ന് പറയും. വളരെ കാഷ്വലായിട്ട് പോയി ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ സത്യം. കാരണം ഒരു തേർഡ് ഓഡിഷൻ എന്തോ അവർക്കിങ്ങനെ ഡയലോഗ് പറയാൻ കപ്പാസിറ്റി ഉണ്ടോ നോക്കാൻ വേണ്ടി അവരൊരു പേജ് ഫുൾ ഡയലോഗ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു.
അത് കുറച്ച് അധികം ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഡയലോഗ് പഠിക്കാൻ ഭയങ്കര പാടാണ്. അതെനിക്ക് പണ്ടേ അങ്ങനെ, എനിക്ക് എല്ലാം കാണപ്പാടം പഠിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എനിക്ക് മധുവേട്ടനാണ് അന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് ഈ ഡയലോഗ് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് ഇതിൻ്റെ ഡയറക്ടർ ആരാണ്, ശ്യാം പുഷ്കരൻ ആരാണ്, ഇതൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. ഇവരൊക്കെ അത്രയും കീനായി ഫോളോ ചെയ്യുന്ന സമയമല്ല. ഇല്ല, അത് മാത്രമല്ല അവർ അത്രയും കാഷ്വൽ ആണ്. അവിടെ ആ സെറ്റപ്പ് അത്ര കാഷ്വൽ ആണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ തോന്നില്ല അത്രയും ഒരു വെയിറ്റിലല്ല അവരിയ്ക്കുന്നത്. അവർ വളരെ കാഷ്വൽ സെറ്റിങ്ങിൽ ഇരുന്ന് അവരുടെ എഡീസ് ഉണ്ട്, എല്ലാവരും കമ്പനി അടിച്ചിരിക്കുന്നതാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇതൊന്നും രജിസ്റ്റർ അല്ല. അപ്പൊ ഞാൻ ഇതൊന്നും എനിക്ക് നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, ദിലീഷേട്ടനെ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ദിലീഷേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ലൈൻസ് തരുന്നത് എനിക്ക് മധുവേട്ടനാണ്. അപ്പം ഞാൻ മധുവേട്ടൻ്റെ അടുത്ത് ഒരു ഡയറക്ടറോട് സംസാരിക്കുന്ന ഒരു ഇതിലല്ല ഞാൻ എനിക്കൊന്നും ഇതൊന്നും പറ്റൂല മധുവേട്ടൻ, ഇതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഞാൻ മധുവേട്ടൻ ഇത് പഠിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നീട് കഴിയുമ്പോഴേ ഞാനായിട്ട് ചോദിക്കുന്നത് ഇതൊക്കെ എന്തിനാ എഴുതിയത്, ആരാ എഴുതിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അന്നത്തെ ആ ബുദ്ധിയിൽ അതൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെയാണ് ഞാൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. പിന്നെ ഷൂട്ടിന് പോയി ഡേ 1 ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണ് നമ്മള് ബോബിയെ മീറ്റ്. അതാ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ സീൻ കണ്ടാ അറിയാം ഞാൻ വളരെ ബ്ലാങ്ക് ആണ് അതിന്റെ ഫസ്റ്റ് ഷോട്ടില്. ഞാൻ എന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക, കാരണം അതിനുള്ള ബോധം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആസ് ഇറ്റ് പ്രോഗ്രസ്ഡ് ഒരു 2-3 സീൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഒരു തിയേറ്റർ സീൻ ഉണ്ട് ബോബിയും ബേബിയും കൂടെ ഇരിക്കുന്നത്. അവിടെയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്യാമേട്ടൻ അപ്പോഴാണ് എൻ്റെ അടുത്ത് ശ്യാമേട്ടൻ കുറേ പുഷ് ചെയ്തിട്ടുണ്ട്, ഇത് കുറച്ചും കൂടെ എങ്ങനെ ചെയ്യുക, ബേബി ആയിട്ട് ഇങ്ങനെ നീ അങ്ങനെ ചിന്തിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞ് അവിടെയാണ് ക്യാരക്ടർ ശരിക്കും ഫോം ചെയ്യണേ. ആ ഒരു ബേബി തിരിച്ചൊന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള സമയത്താണ് ബേബി ആരാണെന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നത്, അവർക്കും ഒരു ഞാൻ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. പിന്നെ അവിടെ നിന്നാണത് ഡെവലപ്പ് ചെയ്ത് പോയത്. പിന്നെ ഓരോ സീൻസും എനിക്ക് തോന്നുന്നു കുറേ കൂടെ റിഫൈൻഡ് ആയി. ബേബിയുടെ ക്യാരക്ടർ കുറച്ചും കൂടെ നമുക്ക് ആ ട്രാവൽ എനിക്ക് കറക്റ്റ് കിട്ടിയത് അങ്ങനെയാണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഷമ്മി ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ സീൻ, വീട്ടിലുള്ള സീൻ, കൗണ്ടർ ഡയലോഗ്സ് പറയുന്ന ഇപ്പോഴും ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ OTT മലയാളത്തിൽ നിന്ന് ഏറ്റവും ആദ്യം എക്സ്പ്ലോർ ചെയ്ത സിനിമ കുമ്പളങ്ങിയാണ്. കേരളത്തിൽ പുറത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്ത സമയമാണല്ലോ. അതിനുശേഷം ഇപ്പൊ ഹെലൻ വന്നു. അപ്പൊ അതിനുശേഷം കാണുന്ന സമയത്ത് ആ പ്രോഗ്രഷൻ ഭയങ്കര രസമായിട്ട് തോന്നുകയും ചെയ്യില്ല. കാരണം ഈ ഫസ്റ്റ് സീൻ വരുന്നു, ഇത് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പോൾ ഇത് അന്നാബെന്നേ ഇല്ല, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്, നമ്മൾ ക്യാരക്ടറിന്റെ ഷൂവിലാണ്, ആ ആർക്കിലേക്ക് കയറി എന്നുള്ളത് ഇപ്പൊ കുമ്പളങ്ങി അങ്ങനെ കണ്ടു നോക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? എനിക്ക് കുമ്പളങ്ങി ലീനിയർ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. സോ അത് ഞങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആയിട്ട് ഇപ്പൊ ഞാനും മാത്യുവും ഗ്രേസ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ ട്രാവൽ കറക്റ്റ് കിട്ടിയത് ലീനിയർ ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം, ആ ക്യാരക്ടറിന്റെ ഗ്രോത്ത് കാണാം. അത് ഓരോ ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ ഓക്കെ ഇതാണ് ക്യാരക്ടർ, ഇതാണ് കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി മാത്രമാണ് എനിക്ക് മൾട്ടിപ്പിൾ വാച്ചസ് എനിക്ക് പറ്റുന്നത് എൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട്. കാരണം ബാക്കിയൊന്നും എനിക്ക് ഇരുന്ന് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുമ്പളങ്ങിയിൽ ഫോർ സം റീസൺ എനിക്ക് ബേബീനെ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തോ കാരണം കൊണ്ട് എനിക്ക് കുമ്പളങ്ങി മൾട്ടിപ്പിൾ വാച്ചസ് കാണാം. പക്ഷെ എനിക്ക് ഹെലനൊന്നും എനിക്ക് കാണാനേ പറ്റും. ഞാൻ ഒറ്റ കണ്ടിട്ടുള്ളൂ. കാരണം എനിക്ക് എന്നെ തന്നെ അതും ആയിരിക്കാം. കാരണം പിന്നെ ചെയ്ത കുറച്ചൊക്കെ ഡാർക്കാണ് എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ചില സിനിമകൾ ഇപ്പൊ ഞാൻ ചെയ്ത പടങ്ങൾ ഇപ്പൊ എല്ലാം കണ്ടിട്ടുണ്ടോ വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ മോസ്റ്റ്ലി ഒന്നും കണ്ടിട്ടുണ്ട്. ഡബിന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കുമ്പളങ്ങി മാത്രമാണ് ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസൊക്കെ വരുമ്പോൾ കുമ്പളങ്ങി വെച്ച് കാണാന്നൊക്കെ പറയണത് അങ്ങനെ ഇരുന്ന് കാണാറുണ്ട്. സോ എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് ഞാൻ റീവാച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു നമ്പർ ഗെയിമിൽ ഇപ്പോൾ ഒരുപാട് പടങ്ങൾ വാരി വലിച്ച് ചെയ്യുന്ന ആളേ അല്ല അന്ന. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് സെലക്റ്റീവ് ആണ്. അത് ഒരു ഹാർഡ് ടു കൺവിൻസ് ആണ്. എന്താ ഒരു സിനിമയിലേക്ക് എത്താനുള്ള അന്നയിലേക്ക് എത്താനുള്ള കോൺഷ്യസ് ചോയ്സേ അല്ല. എൻ്റെ അടുത്ത് വരുന്നതും അത്രയേ വരുന്നുള്ളൂ. അങ്ങനെ എനിക്ക് നിറയെ പ്രോജക്ട്സ് എല്ലാ ദിവസവും എനിക്ക് കോൾസ് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് വരുന്ന കഥകളിൽ ചിലതൊക്കെ എന്താ പറയാ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ ഹെലൻ കഴിഞ്ഞപ്പോ ഹെലൻ പോലത്തെ പല കഥകളും വന്നിട്ട് സർവൈവൽ പല കഥകളും വന്നിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഒരു വട്ടം ഞാനത് വർക്ക്ഔട്ട് ആക്കിയെങ്കിൽ രണ്ടാമത് ചെയ്താൽ ശരിയാവണമെന്നില്ല. അപ്പോൾ എനിക്കും ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടും ഞാൻ അങ്ങനത്തെ സിമിലർ ആയിട്ട് ഇപ്പോൾ കപ്പേള കഴിഞ്ഞപ്പോഴും കപ്പേള പോലത്തെ സിമിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറാസ് കഴിഞ്ഞപ്പോൾ സാറാസ് പോലത്തെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ നോ പറയുന്ന കുറേ പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ എന്താ കുറേ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞ് കുറേ കഥകൾ വരും. അത് ഐ ഡോണ്ട് നോ, സംടൈംസ് അത്
എന്താ പറയുക, അതിന്റെ ഒരു എസൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. സേക്ക് ഓഫ് ഫീമെയിൽ ഓറിയന്റഡ് എന്ന് പറഞ്ഞ അത് തന്നെ ഒരു എനിക്ക് ശരിയായിട്ട് തോന്നാറില്ല പലപ്പോഴും. അപ്പൊ അതുകൊണ്ടും വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന കഥകളുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ഒത്തിരി സെലക്റ്റീവ് അല്ല. എനിക്ക് എല്ലാ ജോണേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞു, എനിക്ക് ആക്ഷൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അത് ആക്ച്വലി ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. കാരണം വെച്ചാൽ അതിന് മുന്നത്തെ ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. അപ്പൊ നമുക്ക് ആസ് എൻ ആക്ടർ യു വോണ്ട് ടു ഡു ഡിഫറെന്റ് തിങ്സ് എപ്പോഴും. അപ്പൊ അങ്ങനെ ചെയ്യാനാ എനിക്ക് അങ്ങനെ ഞാൻ വളരെ സെലക്റ്റീവ് ആയിട്ട് വർഷത്തിൽ ഒരു പടം ഞാൻ ചെയ്യുള്ളൂ, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ വേറൊരു രസമുള്ളതേ, ഇപ്പം കുമ്പളങ്ങി 2 ഇപ്പം കൽക്കി വരെ നോക്കുകയാണെങ്കിൽ, കൽക്കി നമുക്കറിയാം അതൊരു വലിയ മെഗാ പ്രൊജക്റ്റാണ്, മൾട്ടി സ്റ്റാറാണ്. കൽക്കി തന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കൊട്ടുകാളി വരെയുള്ള സിനിമ നോക്കിക്കഴിഞ്ഞാൽ അന്നയ്ക്ക് കുറേയും കൂടി ഈ പറയുന്ന ക്യാരക്ടർ റെപ്രസെൻറ്റേഷനുള്ള അല്ലെങ്കിൽ വലിയ ആർക്കുള്ള ക്യാരക്ടറാണ് ഏതാണ്ട് എല്ലാം കിട്ടിയിരിക്കുന്നത്. അത് ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ പോലത്തെ ഒരു ക്യാരക്ടർ അല്ല, എല്ലാത്തിനും ഒരു കൃത്യമായ ജസ്റ്റിസ് ഉള്ള, കൃത്യമായ ട്രാക്കുള്ള, കൃത്യമായ ആർക്കുള്ള, അത് സ്ഥിരമായി സംഭവിച്ചു എന്ന് തോന്നിയിട്ടില്ലേ? ഏതാണ്ട് ചില സിനിമ ഇപ്പോൾ സാറാസ് നോക്കി അത് ഷോൾഡർ ചെയ്യുന്ന അതിൻ്റെ ഒരു ടൈറ്റിൽ റോളാണ്. ഹെലൻ അങ്ങനെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പടങ്ങളിലൊക്കെ ഇപ്പം നൈറ്റ് ഡ്രൈവിലാണെങ്കിലും അങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ഷോൾഡറിൽ കൂടിയാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ, അത് ഞാൻ പറയുന്നത് നമ്മൾ തേടിയെത്തുന്നതിൽ നമ്മൾ സെലക്ട് ചെയ്ത എന്തെങ്കിലും പ്രോസസ്സ് കൊണ്ടാണോ? ചിലപ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കേണ്ട അങ്ങനെ എടുക്കുന്നതായിരിക്കും. കാരണം എനിക്കെന്ന് വെച്ചാൽ എക്സൈറ്റ്മെന്റ് വരുന്ന പരിപാടി പിടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇപ്പൊ ചിലപ്പോൾ ഇതായിരിക്കും എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് തോന്നുന്നത്. പക്ഷെ അത് ഇറ്റ് ഡസൻ മീൻ സെന്റർ ക്യാരക്ടർ മാത്രമാണെന്നല്ല. ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൽക്കി ആണെങ്കിലും, കൽക്കി ഒബ്വിയസ്ലി അത് ഒന്നുമില്ലെങ്കിൽ വെറുതെ മുഖം വരാനാണെങ്കിൽ പോലും ഞാൻ പോയി ചെയ്യും. കാരണം അത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഡീൽ. പക്ഷെ എന്നാൽ പോലെ ഒരു 5-6 ആക്ടേഴ്സ് ഉള്ള ഒരു പടത്തിൽ എൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും കുറച്ച് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി ടു ഡു ഇറ്റ്. ഇറ്റ് ഡസൻ ഹാവ് ടു ബി എ ടൈറ്റിൽ ക്യാരക്ടർ. അങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ. പിന്നെ വന്ന് എല്ലാം കൊണ്ടും എല്ലാം ശരിയായി വരുന്ന പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഷോൾഡർ ചെയ്യുന്ന പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ ഹെലൻ ആണെങ്കിലും സാറാസ് ആണെങ്കിലും കപ്പേള അഗൈൻ ദർ ഇസ് ത്രീ മെയിൻ ആക്ടേഴ്സ്. അപ്പം അങ്ങനെ വന്നു പോകുന്നതാണ്. ഞാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ചെയ്യുന്നല്ല. ബട്ട് ഡെഫിനറ്റ്ലി എനിക്കിപ്പോൾ ചെയ്യാൻ എടുക്കുന്ന പടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാവണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹം. അത് ആസ് എവറി ആക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ചിരിക്കുന്ന എല്ലാ ആക്ടേഴ്സിനും ചെയ്യാനുണ്ടെന്ന് പറയുന്നതാണല്ലോ സന്തോഷം. പിന്നെന്ന് വെച്ചാൽ സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് അത്രയും അതിനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല. ഒരു പക്ഷെ അതായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു വർഷം വെറുതെ ഇരുന്നത്. കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം നോക്കി പോകുന്നതുകൊണ്ടായിരിക്കും ചിലതൊക്കെ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഞാൻ നോ പറയേണ്ടി വന്നിരിക്കുന്ന സിനിമകളുണ്ട്. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്യായിരുന്നു എന്നും തോന്നാറുണ്ട്. പിന്നെ ദിസ് ഇസ് ഓൾ ഐ തിങ്ക് പാർട്ട് ഓഫ് ദ ജോബ്. ഇപ്പം ഇതിൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണ്, ഇപ്പം അന്നയുടെ ആദ്യത്തെ സിനിമയിൽ ബേബി മോൾ പോലത്തെ ഒരു ക്യാരക്ടർ വരുമ്പം അതിലെ ഒരു ഇന്നസെൻസ്, പിന്നെ ഞാൻ പറഞ്ഞ ആ ചിരി പോലും അതിനൊരു സിഗ്നേച്ചർ ആണല്ലോ. ആക്ച്വലി അന്നയുടെ ചിരി തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ നേരെ ഇതുപോലത്തെ ക്യാരക്ടർ കൂടുതൽ വരും എന്നുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ആദ്യം ചെയ്യുന്ന 3-4 ഇപ്പം ഹെലൻ പറഞ്ഞപ്പോൾ ഇനി അടുത്തൊരു സർവൈവൽ സംഗതിക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഒരു ബേബി മോളുടെ ഇന്നസെൻസ് കണ്ടാൽ അതുപോലത്തെ ക്യാരക്ടർ നമ്മൾ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു സംഗതി കൂടി ഇപ്പം ഞാൻ പറഞ്ഞ കൊട്ടുകാളി പോലത്തെ ഒരു പടം വരുമ്പോഴും ഇത് കൽക്കി വരുമ്പോഴും അതൊരു പോസിബിലിറ്റി കൂടി അങ്ങനെ വരുന്നുണ്ടല്ലോ. അത് ആ സാധ്യത എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം കൊട്ടുകാളി എന്ന് പറയുന്ന പടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്നെ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ, എൻറ്റയർ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതെ, ഇതില് കൊട്ടുകാളിയില് അഗൈൻ ഒരു സ്ട്രഗിള് തന്നെയാണ് അതിന്റെ ക്യാരക്ടർ. മീന എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു സോർട്ട് ഓഫ് സർവൈവൽ തന്നെയാണ് ആ പടത്തിലും കാണിക്കുന്നത്. അത് പക്ഷേ കുറെ കാര്യങ്ങൾ കൊണ്ട് അത് വ്യത്യസ്തമാണ്. കാരണം വൺ തിങ് ലാംഗ്വേജ് ആൻഡ് സെറ്റപ്പ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് തന്നെ എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം മധുരയാണ് റൂട്ടഡ് ടു തമിഴ്നാടു. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതൊരു ചലഞ്ച് ആയതുകൊണ്ട് എനിക്കത് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഈവൻ ഡു അതൊരു സർവൈവൽ സ്റ്റോറി ആണെങ്കിൽ പോലും. പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും എൻ്റെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ബോൾഡ് അല്ലെങ്കിൽ എന്താ പറയുക നിറയെ വാദോരാണ്ട് സംസാരിക്കുന്ന കുറെ ഡയലോഗ്സ് ഒക്കെ പറയുന്ന ക്യാരക്ടർ. അതെ വക്കീല് പോലത്തെ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതില് അഡമന്റ് ഗേൾ എന്നാണ് കൊട്ടക്കാളിയുടെ ഒരു ലൂസ് ട്രാൻസ്ലേഷൻ വരുന്നത്. അഡമന്റ് ഗേൾ എങ്ങനെയാണ് അഡമന്റ് ആവുന്നതെന്നുള്ളത് അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഡയറക്ടറിന്റെ POV വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് വരുന്നതും. പിന്നെ പോകെ അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അവരുടെ
എനിക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത് ബോഡി ലാംഗ്വേജിലും കണ്ണുകൊണ്ട് നോക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പം നമ്മളൊന്നും മിണ്ടാണ്ട് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ ഒരു 6 പേര് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവിടെ ഉണ്ട് എന്ന് അറിയിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പ്രസൻസ് അവിടെ കാണിക്കുക എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എനിക്ക് കൊട്ടക്കാളി. സോ അതുകൊണ്ട് ഞാനത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ കൊട്ടക്കാളി എന്ന് പറയുന്ന സിനിമ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നോർമൽ തമിഴല്ല, മധുരയുടെ പശ്ചാത്തലമാണ്, അവിടെ റൂട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിൻ്റെ സ്കിൻ ടോണിലാണെങ്കിലും ബോഡി ലാംഗ്വേജിലാണെങ്കിലും നമുക്ക് തന്നെ പെട്ടെന്ന് ഇത് അന്നാബെന്നാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാത്ത രൂപത്തിലാണ് അതിൻ്റെ സ്റ്റിൽസ് ഒക്കെ ഉള്ളത്. സിനിമ കാണാത്തതുകൊണ്ട് നമുക്കത് ആ ഏരിയ പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഇപ്പം ബേർലിനിലും അവിടെയൊക്കെ വരുന്ന ഒരു പിന്നെ നോൺ ഇന്ത്യൻ പബ്ലിക്കേഷൻസിലുള്ള റിവ്യൂസിലൊക്കെ അന്നയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ കൊട്ടുകാളി എന്ന് പറയുന്ന സിനിമ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഫുൾ സ്ക്രിപ്റ്റ് കിട്ടുന്നു, ഡയറക്ടറുടെ ബ്രീഫ് കിട്ടുന്നു, റാൻഡം പുള്ളിയോട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ പോലും നമുക്ക് തീരെ പരിചിതമല്ലാത്തൊരു നാട്, ഭാഷ, അവിടെ ജീവിച്ചിരുന്ന ഒരാൾ, അയാളിലേക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം, അല്ലെങ്കിൽ ആ ക്യാരക്ടറാണ് ആക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്വന്തം ഒരു സെൽഫ് പ്രോസസ്സ് എന്താ, സ്വന്തം പ്രോസസ്സ് എന്താ, എന്ത് ചെയ്തിട്ടാണ് ആ ക്യാരക്ടറായി മാറാൻ ശ്രമിക്കുക? കൊട്ടക്കാളി ശരിക്കും എൻ്റെ അടുത്ത് ഡയറക്ടർ വിനോദ് സാർ വന്നത് കഥ പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. പുള്ളി കപ്പേള കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കഥ പറയാൻ വേണ്ടി വന്നത്. ആ സമയത്ത് കാസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല, പ്രൊഡക്ഷൻ ഒന്നും ആയിട്ടില്ല, കഥ മാത്രം പുള്ളിയുടെ മനസ്സിലുള്ളൂ. അപ്പോൾ പുള്ളി പെബിൾസ് ചെയ്തതും ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പെബിൾസിൻ്റെ സിനിമ കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു ട്രെയിലറും പരിപാടിയും അത് ഉണ്ടാക്കിയ നോയ്സും എനിക്കറിയായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഹീസ് എ ബ്രില്യൻ ഡയറക്ടർ എന്നുള്ളത് എവിഡൻ്റ് ആണ്. ആൻഡ് പുള്ളി കഥ വന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ത്രെഡ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു ബാധ ഒഴിപ്പിക്കാൻ ഒരു കുട്ടീനെ ഒരു ഫാമിലി ഒരു സ്ഥലത്ത് കൊണ്ടുപോവുക, അതൊരു ഡേ ട്രാവലാണ്. ഇത്ര എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞുള്ളൂ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു സാധനമാണ്. അപ്പം പിന്നെ പുള്ളി ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറഞ്ഞപ്പോഴും മതിലിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ എന്താ പറയുക പല ഏരിയകളിൽ കൾച്ചറലി നടക്കുന്ന കുറേ കാര്യങ്ങളും അതിൻ്റെ ഇൻജസ്റ്റിസും വളരെ സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് വായിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ആക്ച്വലി ഞാൻ ഡയറക്ടർ പറയുന്ന കഥകൾ കേട്ടിട്ട് ഞാനിത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതാണ്. പിന്നെ എനിക്കറിയാമായിരുന്നു പുള്ളി ഒരു ഫെസ്റ്റിവൽ സർക്കിളിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്, അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സിനിമ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ അറിയാമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ബാക്കി മൊത്തം ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട്. എനിക്ക് മധുരനെ പറ്റി തീരെ അറിയത്തില്ല. അപ്പം അവിടെ ഒരു മുന്നേ പോയിട്ടുമില്ല. എനിക്കൊരു ഷൂട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ഡേയ്സ് മുന്നേ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഇവരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങള് അമ്പലത്തിലൊരു പൂജ ഉണ്ടായിരുന്നു. അവിടെ സാറിന്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കൾച്ചറും ഇവരുടെ പൊളിറ്റിക്സും എല്ലാം നമുക്ക് ഇങ്ങനെ സംസാരിച്ച് നമ്മൾ കുറെ മനസ്സിലാക്കും. അപ്പൊ തന്നെ നമുക്ക് ക്യാരക്ടറിന്റെ എസൻസും മനസ്സിലാവും. കാരണം പുള്ളിക്കാരിയും ഡയറക്ടറിന്റെ ഐഡിയോളജീനെ ബിലീവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. അങ്ങനത്തെ ഒരു സെയിം എലമെന്റ് ഉള്ള ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് പുള്ളിയിൽ നിന്ന് കുറെ എനിക്ക് മീന ആരാണ്, മീന എന്താണ്, ഇവരുടെ ഫാമിലി എങ്ങനെയാണ്, ഓരോ ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നൊക്കെ എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നപ്പോഴും എനിക്ക് തമിഴ് കുറച്ചൊക്കെ അറിയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി പഠിക്കണം എന്നുണ്ടായിരുന്നു ഇവരോട് സംസാരിക്കാനായിട്ട്. അപ്പൊ ഈ ആക്ടേഴ്സ് ഒക്കെ ഡയറക്ടറിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് മോസ്റ്റ് ഓഫ് ദം. മിനിമൽ ക്രൂ. നമ്മളൊരു 40 പേര് തികച്ചുണ്ടാവില്ല. എല്ലാരും പുറത്തുനിന്നൊക്കെ ചിലർ വണ്ടിക്കൊക്കെ പോകുമ്പോൾ ഷോർട്ട് ഫിലിം എടുക്കണം തോന്നുന്നു, അങ്ങനെ അത്രേ ഉള്ളൂ ക്രൂ. അപ്പം സുരി സാർ വരുമ്പോൾ മാത്രമാണ് കുറച്ച് ചിലപ്പോൾ ആൾക്കാർ വന്നിട്ട് കണ്ടിട്ട് പോകും. സാർ അപ്പോൾ ഷോർട്ട് കഴിഞ്ഞിട്ട് മാറി നിൽക്കും. അപ്പോൾ എന്നെ ആർക്കും അറിയില്ല, ഞാനപ്പോൾ അവിടെ വഴിയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടാവും. ഇവരൊന്നും ആരും എൻ്റെ അടുത്ത് ആദ്യം മിണ്ടില്ലായിരുന്നു, കാരണം സിനിമയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കിവർ മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ഇവരായിട്ട് അഭിനയിക്കാനുള്ളതുകൊണ്ട് ഞാനായിട്ട് ഇവരോട് സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവർ മനസ്സിലായത് ഓക്കെ ഇനി ഞാനും സംസാരിക്കും. കാരണം ഇവരുടെ മനസ്സിൽ സിനിമ വേറെ തന്നെ ഒരു ലോകമാണ്. ഇവരൊക്കെ അവിടെ താമസിക്കുന്ന അവിടുത്തെ ജോലി ചെയ്യുന്ന കുറേ ആളുകളാണ്. അപ്പൊ അവർക്ക് സാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 6 months മുന്നേ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണ് സെറ്റ്, ഷോർട്ട് എന്താണ്, ഷോർട്ട് ഡിവിഷൻ എന്താണ്, കണ്ടിന്യൂറ്റി എന്താണ്. സോ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവർക്കെല്ലാം അറിയാം, ഫുള്ളി എക്യുപ്ഡ് ആണ്. കാരണം ഷോർട്ടിൽ നിൽക്കുന്ന ആക്ടർ അടുത്ത ഷോട്ടിൽ ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ മറ്റേ AD ആയിട്ടുള്ള ജോബ് ചെയ്യുന്നുണ്ടിരിക്കുക. സോ അവര് ഫുള്ളി ഇത് പ്രിപ്പയർഡ് ആണ്. അപ്പൊ ഡയലോഗ്സും എല്ലാം അറിയാം.
അപ്പൊ സാർ എന്ന് വെച്ചാൽ 2 ആക്ടേഴ്സ് വരുമ്പോ അവർക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ഓർത്ത് ഇവരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് വരുമ്പോ ഇവരെന്ന് വെച്ചാൽ നമ്മളോട് ആരോടും മിണ്ടില്ല, ഇവര് ആക്ടേഴ്സാണ്, ഇവര് ഷോട്ട് കഴിഞ്ഞാൽ കാരവാനെ പോവാ അങ്ങനെ. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ എന്റെ ഹോംവർക്ക് ഇതാണ്, എനിക്ക് ഇവരുടെ കൂടെ അതെ ഇന്ററാക്ട് ചെയ്താലേ എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ റൂട്ടഡ് ആയിട്ട്. പിന്നെ ഞാൻ ആസിഡസ് ഞാൻ എപ്പോഴും ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്, ആരും മാറിയിരിക്കും അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരോടും സംസാരിക്കും, നമ്മള് എല്ലാ ആൾക്കാരും ഇന്ററാക്ട് ചെയ്യും അങ്ങനെ. അപ്പൊ പല ഇൻഡസ്ട്രിയിലും പല പോലെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇവര് അങ്ങനെ വിചാരിച്ചിട്ടേ ഇരുന്നത്. പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുക, പിന്നെ ഞാൻ തമിഴ് പറയാൻ തുടങ്ങിയപ്പോൾ അവര് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയി. പിന്നെ ഞാൻ ഇവരോട് സംസാരിച്ച് ഇവരുടെ ലൈഫും ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ഇവർക്കുണ്ടായിരുന്ന പല പല മീനുകളുടെ വേർഷൻസ്, പല കുട്ടികളുടെ കഥകൾ, ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടി. പിന്നെ വെച്ചാൽ നമ്മുടെ ഒരു ഹോംവർക്കിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ക്യാരക്ടറിനെ പറ്റി ഇങ്ങനെ ഒരു ഡയറി എഴുതുന്ന പരിപാടികളുണ്ട്. ചില ക്യാരക്ടർ എനിക്ക് ഒന്നുമില്ല, ഇപ്പൊ മീനയായിട്ട് തന്നെ ഇരിക്കുമ്പം എന്തായിരിക്കും മീനയുടെ ഡേ, അല്ലെങ്കിൽ ഇപ്പൊ മീന ചെയ്തത് എന്താണ്, മീനയുടെ കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു, ജസ്റ്റ് റാൻഡം സ്ക്രിബിൾസ് എനിക്ക് തോന്നുന്നു. അത് ചില ക്യാരക്ടേഴ്സിന് അത് വർക്കാവും, ചിലതിനത് വർക്ക് ആവില്ല. ഇത് എനിക്ക് അത്രയും ഇന്റേണലി കുറെ വർക്ക് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ എഴുതുമായിരുന്നു. അപ്പൊ ഞാൻ ഡയറക്ടറിനോട് ചോദിക്കുമ്പോൾ മീനയുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മീനയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മീന ചെയ്തിട്ട് വഴക്കുണ്ടായ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റാൻഡം ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഡയറക്ടറിനോട് പോയി പറയുമ്പോൾ ഡയറക്ടർ ഇങ്ങനെ ആലോചിക്കും ഇതൊക്കെ എങ്ങനെയാണോ. പക്ഷെ പുള്ളിയും ആക്ച്വലി ഈസ് എ വെരി നൈസ് പേഴ്സൺ. പുള്ളി ഇപ്പം ഞാൻ എത്ര മണ്ടത്തരം പറഞ്ഞാലും പുള്ളി അത് കേട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ആലോചിക്കണ്ടല്ലേ ഇങ്ങനെ പറയും. സോ അതൊക്കെ എനിക്ക് ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു സ്പേസും ഫ്രീഡം പുള്ളി തന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എനിക്ക് അത് കുറേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോജക്ട്സ് കഴിയുന്തോറും ഈസി ആവണത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ്. കാരണം വെച്ചാൽ എല്ലാ സെറ്റും ഡിഫറെൻ്റ് ആണ്, എല്ലാ ഡയറക്ടേഴ്സിൻ്റെ പ്രോസസ്സും ഡിഫറെൻ്റ് ആണ്, അവർ ക്യാരക്ടർ അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ചില ഡയറക്ടേഴ്സ് വളരെ സ്പെസിഫിക് ആണ്, അവർക്ക് എഴുതി വെച്ചിരിക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന തീരെ താല്പര്യമില്ലാത്ത ഡയറക്ടേഴ്സ് ഉണ്ട്. ചിലവർ വളരെ കൊളാബറേറ്റീവ് ആണ്, അവർക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചിലവർ മുഴുവനും നമ്മളെ ഏൽപ്പിക്കുന്ന ആളുകളുമുണ്ട്. അതെ, നമ്മൾ എങ്ങനെ ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഷൂട്ട് പ്രോസസ്സിൽ നമുക്കിത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് റിയലി ഓൺ ദ പ്രോജക്റ്റ്.